ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സംസ്ഥാന പുതിയ വീഡിയോക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കർക്കിടകത്തിലെ സ്പെഷ്യലായ തേങ്ങ മരുന്നാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമുക്കത് ആദ്യം തന്നെ ഈ തേങ്ങ പൊളിക്കണം. നമുക്കത് അതൊന്ന് മുറിച്ചെടുക്കണം. അബദ്ധവശാൽ ഒരു മുറി ചാടി ഗൈസ്. അപ്പൊ നമ്മളിത് ഒരു തേങ്ങ അവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 തേങ്ങയും മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ചിരവ് ഉപയോഗിച്ചതിന് ശേഷം തേങ്ങ ചിരണ്ടണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ ഒരു തേങ്ങയുടെ മുടി ചിരണ്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ളത് കൂടെ ചിരണ്ടി എടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാതും ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ ഒരു വലിയൊരു പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് നേരത്തെ ചിരണ്ടിയ തേങ്ങ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അടി കയറുന്ന പാത്രം എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് പാത്രത്തിലായാലും നമ്മൾ തേങ്ങ മരുന്ന് റെഡിയാവും. അങ്ങനെ നമ്മൾ മുഴുവൻ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നാടൻ മഞ്ഞൾ പൊടിച്ചതാണ്. ഇനി കടയിൽ നിന്ന് വാങ്ങിയതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇവിടെ ഇളക്കാൻ ഉപയോഗിക്കുന്നത് മരത്തിൻ്റെ തവിയാണ്. നിങ്ങളെ പേര് ഇരുമ്പിൻ്റെ തവി ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഏകദേശം ഒരു 2 മിനിറ്റ് നമ്മളിതാ ഈ മരത്തവി വെച്ചിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആയി ഏകദേശം. ഇപ്പം നല്ല കുറച്ചൊക്കെ ആയി വരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തേങ്ങ നല്ല കറക്റ്റിൽ വറുത്ത് ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. പിന്നെന്താ ഈ മിക്സിയുടെ ജാറിൻ്റെ സൈഡിലൊക്കെ വെള്ള കളർ ചോദിക്കാൻ നിൽക്കണ്ട. അത് പഞ്ചസാര പൊടിച്ചതായിരുന്നു നേരത്തെ. പഞ്ചസാര പൊടിച്ചാൽ മിക്സിയുടെ ജാർ തന്നെ ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മൂടി വെച്ചൊന്ന് നന്നായി പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തേങ്ങയുടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മളെല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ തേങ്ങ മരുന്നിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ മരുന്ന് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടുന്ന ഒരു വൈദ്യശാലയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഇതിന് കടയിൽ ഏകദേശം ഒരു 80 രൂപ നമ്മൾ കൊടുത്ത് വാങ്ങിയത്. ഇനി ഇതില്ലാതെ നിങ്ങൾക്ക് വെറുതെ ആണെങ്കിൽ തേങ്ങ ഇങ്ങനെ ചെയ്തുണ്ടാക്കി ഇതൊന്നും ചെയ്യാം. നമുക്ക് ഈ തേങ്ങ മരുന്ന് നേരത്തെ പൊടിച്ച് വെച്ച തേങ്ങയിലോട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഈ മരുന്നിൻ്റെ ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം മിക്സ് ചെയ്യാൻ പറഞ്ഞത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ശർക്കര മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇവിടെ മിക്സിയുടെ ജാറിൽ തന്നെ പൊടിച്ചെടുക്കണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നല്ല അമ്മിക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് പൊടിച്ചെടുത്താലും മതി. നമുക്ക് ഈ പൊടിച്ചെടുത്തതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ തേങ്ങ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ അഭിപ്രായം കൂടിയും പറയാനുള്ളൂ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ തേങ്ങ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കർക്കിടകത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം മരുന്നാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കുന്നത് അധികം കഴിക്കാൻ പറ്റില്ല. ഏതായാലും നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്താക്കാൻ വേണ്ടിയിട്ട് പോകണം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.